പണ്ട് ജുറാസിക് പാർക്ക് എന്ന സിനിമയിൽ ഡൈനസോറിനെ കണ്ട പോലെയായിരുന്നു. മൂവീസ് നോവലായിരുന്നു തോന്നുന്നു. ഇൻ ടു ദ സ്റ്റോം എന്നൊരു സിനിമ ഉണ്ടായി. അതായിരുന്നു ആദ്യത്തെ ടൊർണാഡോ മൂവി. അതിപ്പോൾ ജിയോ സിനിമാസിൽ അവൈലബിൾ ആണ്. അത് ഭയങ്കര എക്സൈറ്റ്മെന്റോടൊക്കെ ഇരുന്ന് ആ സമയത്ത് ഇരുന്ന് കാണുമായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ ആ ഒരു വാവ് ഫാക്ടർ ഇപ്പോഴും അകത്തുണ്ടെന്ന് മനസ്സിലായത് ട്വിസ്റ്റർ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ്. ഭയങ്കര പുതുമയായിട്ടൊന്നുമില്ല. കേറ്റ് എന്നൊരു മീറ്റിയോറോളജിസ്റ്റ് എങ്ങനെ ഒക്ലഹോമയെ സേവ് ചെയ്യുന്നു ഫ്രം ടൊർണാഡോ, അതാണ് കഥ. വേറൊരു ക്യാരക്ടറും കൂടിയാണ്, ടൈലർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. 2007 മുതൽ 15 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കുറെ സമ്മർ ടൈം ഒരു എന്റർടൈനേഴ്സ് നമ്മൾ കുറെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതുപോലുള്ള സിനിമകൾ, അതേ ടെംപ്ലേറ്റ് സിനിമകൾ ഇപ്പൊ ഇറങ്ങിയാലും നമ്മൾ എൻജോയ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഇതിനാണെങ്കിൽ ഒരു ടീനേജ് എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ജുറാസിക് പാർക്ക്, റെസിഡന്റ് ഈവൾ ഒക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. ചിലപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർ ചിലപ്പോൾ ഈ ട്വിസ്റ്റർ എന്ന സിനിമ കണ്ടായിരിക്കും വളർന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇതിൽ 10 വർഷം കഴിഞ്ഞാൽ ഈ ട്വിസ്റ്റർ എന്ന സിനിമ ബെസ്റ്റ് ടൊർണാഡോ മൂവിയുടെ ലിസ്റ്റിലൊക്കെ ഉണ്ടാവാം. പിന്നെ ടൊർണാഡോ, ഇതിലെ ആ ടൊർണാഡോ സീൻസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര അബ്സോർബിങ് ഫീലാണ് കിട്ടുക. അത്രയും ഇമേഴ്സിഫൈ എക്സ്പീരിയൻസ് ആണ് ഡയറക്ടർ ലീ ഐസക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ശരിക്കും ടൊർണാഡോയിൽ അകപ്പെട്ട ഫീൽ നമുക്ക് കിട്ടും. ആൻഡ് ഈ പടത്തിന് ആദ്യത്തെ 10 മിനിറ്റും ഒരിക്കലും മിസ് ചെയ്യരുത്. സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഈ ഡയറക്ടറിന്റെ പ്രീവിയസ് വർക്ക് ആണെങ്കിൽ മിനാറി എന്നൊരു സിനിമ ഉണ്ട്, അത് അമേസിംഗ് വർക്ക് ആയിരുന്നു. അത് പ്രൈമിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കും. സൂപ്പർ ഡയറക്ഷൻ തന്നെയായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി ബ്രത്ത് ടേക്കിംഗ് എന്നൊക്കെ പറയില്ല, അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആൻഡ് ക്യാമറ വർക്ക് കാണാൻ പറ്റും. ഏതായാലും ഫാന്റാസ്റ്റിക് വർക്ക്. എഡിറ്റിംഗും കലക്കിയിട്ടുണ്ട്, ഭയങ്കര ടൈറ്റ് ആക്കി പിടിച്ചിട്ടുണ്ട് ഒരു സമ്മർ ബ്ലോക്ക് ബസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റൈറ്റിംഗും നന്നായിരുന്നു, അധികം ഓവർബോർഡ് ആവണം, നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി കമ്മിങ് ബാക്ക് ടു ദ അതർ മെയിൻ പോസിറ്റീവ് ഓഫ് ദ മൂവി, ഇതിലെ ആക്ടറും ആക്ട്രസും ഗ്ലെൻ പോവൽ ആൻഡ് ഡെയ്സി എഡ്ഗർ ജോൺസ്. ആദ്യം കൈയടിക്കുന്നത് ഡെയ്സി എഡ്ഗർ ജോൺസിന്റെ ഇൻറ്റൻസ് പെർഫോമൻസിനാണ്. ആൻഡ് ഈ ഇൻറ്റൻസ് പെർഫോമൻസിന് കൂടെ തന്നെ ഒടുക്കത്തെ ചാർമും ബ്യൂട്ടിയും കരിസ്മയാണ് ആ ഒരു ആക്ട്രസ് നമുക്ക് തരുന്നത്. ഏതായാലും ഫാന്റാസ്റ്റിക് വർക്കാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹോൾ സിനിമ നന്നായിട്ട് തന്നെ ഒരു ഷോൾഡേഴ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഗ്ലെൻ പോവൽ എന്ന ആക്ടർ ഈ ആക്ട്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ഇലക്ട്രിഫൈങ് കെമിസ്ട്രി ആൻഡ് ഇവരുടെ ആ ഒരു കോംബോ സീൻസും ഒരു വലിയൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ് സിനിമയുടെ. ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും ഫിലിമോഗ്രഫി ചെറുതായിട്ട് തപ്പും. അത്ര ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തപ്പില്ലെങ്കിൽ ഞാൻ തപ്പിയായിരുന്നു. ഓവറോൾ ഇതൊരു സമ്മർ എന്റർടൈനർ എന്ന നിലയ്ക്ക് വേണം നിങ്ങൾ പോയി കാണാൻ. എന്തായാലും ഒരു ബിഗ് എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ എമിലി ബ്ലണ്ട് റയൻ ഗോസ്ലിംഗിന്റെ ഫോൾ ഗായ് എന്നൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറൊരു ഫൺ ഡിസാസ്റ്റർ മൂവി തന്നെയാണ്.